ഗുരുജി, എന്താണ് യമനിയമങ്ങൾ? ട്രഡീഷണലി പറയുകയാണെങ്കിൽ അഷ്ടാംഗ യോഗ പ്രകാരം അത് കുറച്ച് ഏറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ യമം എന്ന് വെച്ചാൽ സെൽഫ് കൺട്രോൾ. ഇപ്പം നിങ്ങൾക്കൊരു സ്പിരിച്വൽ ലൈഫ് ലീഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില നിയമങ്ങൾ പാലിക്കാൻ പറ്റില്ല. നമുക്ക് തോന്നുന്ന വഴി 12 മണി 1 മണി വരെ നമ്മൾ പാർട്ടിക്ക് പോയി വൈകുന്നേരം കുറേ കള്ളും കുടിച്ച് കൂത്താടി രാവിലെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം, ശാന്തമായിരിക്കാം, ഒന്നും നടക്കുകയല്ല. അതിന് ചില നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ട്, വേണ്ടേ? ഇപ്പോൾ താങ്കൾക്ക് പഠിക്കണമെങ്കിൽ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ, അതിന് ചില വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ ശരിയായിട്ട് പഠിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതിന് ചില സിസ്റ്റം വേണ്ടേ? ആ സിസ്റ്റത്തിൽ തന്നെ പോകണം, വേണ്ടേ? അതുപോലെ യോഗ ഒരു അഭ്യാസമായിട്ട് ഇപ്പം അഭ്യാസമാണല്ലോ. ആ യോഗ തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന് ചില നിയമങ്ങൾ പാലിക്കണം. അതുകൊണ്ട് യമം എന്നാൽ സെൽഫ് കൺട്രോളാണ്. നിയമം എന്നാൽ നമുക്ക് എന്തോ എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള അനുവാദമില്ല. യോഗസ്ഥിതിയിൽ നമുക്ക് കിടക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ, റിയാക്ഷൻ ഉണ്ടാവുമല്ലോ, ഇല്ലേ? അപ്പോൾ അതിനെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ആ ഊർജ്ജം നമ്മളിലേക്ക് വരില്ലേ? അതുകൊണ്ട് മറ്റുള്ളവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയും. നല്ല രീതിയിൽ സോഫ്റ്റായിട്ട്, അവർക്ക് മനസ്സിലാവുന്ന പോലെ ക്ലിയറായിട്ട് ശാന്തമായിട്ട് സംസാരിക്കാൻ ശീലിക്കേണ്ടി വരും. അപ്പം മറ്റുള്ളവരുടെ പെരുമാറ്റവും അതുപോലെ വേണം. സ്വയം നിയന്ത്രണവും യമം എന്ന് വിളിച്ചാൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റ നിയന്ത്രണത്തെ നിയമം എന്ന് വിളിക്കും, സരളമായി പറഞ്ഞാൽ. അപ്പോൾ യമനിയമങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ പറയുന്ന മോറൽ കോഡ്സ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയാൻ സാധിക്കും. മൊറാലിറ്റിയും അധ്യാത്മമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി, സമൂഹ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളല്ലേ ഈ മൊറാലിറ്റി. മോറൽ കോഡുമായിട്ട് അധ്യാത്മത്തിന് എന്ത് ബന്ധമുള്ളത്? ഒരു പ്രിമിറ്റീവ് ലൈഫ് സ്റ്റൈലുള്ള മൊറാലിറ്റി ആണോ ഒരു മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റിയിലുള്ളത്? യൂറോപ്യൻ മൊറാലിറ്റി ആണോ ഇന്ത്യൻ മൊറാലിറ്റി? അല്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് കാണാമല്ലോ. യു ക്യാൻ കിസ് ഇൻ ദി പബ്ലിക് ബട്ട് യു ക്യാൻ പീ ഇൻ ദി പബ്ലിക്. ഹിയർ വി ക്യാൻ കിസ് ഇൻ ദി പബ്ലിക്, യു ക്യാൻ പീ ഇൻ ദി പബ്ലിക്. ഇതല്ലേ ഇവിടുത്തെ മൊറാലിറ്റി, അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അധ്യാത്മമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഈ നിയമങ്ങൾ എല്ലായിടത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. ഇപ്പം നിയമങ്ങൾ എല്ലായിടത്തും ഒരുപോലെ ആപ്ലിക്കബിളാണ്. നല്ല രീതിയിൽ അവനവനെ സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. എൻ്റെ മനസ്സിന്, എൻ്റെ വാക്കിന്, എൻ്റെ പ്രവൃത്തിയൊക്കെ ഉണ്ട്. മറ്റുള്ള പെരുമാറ്റ നിയന്ത്രണത്തെ, മറ്റുള്ള സംസാരം, ഇല്ലേ, ഇതൊക്കെ വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യേണ്ടത്. നിയമം എല്ലായിടത്തും ആപ്ലിക്കബിളാണ്. കാരണം അത് യൂണിവേഴ്സൽ ലോയാണ്. കാരണം നിങ്ങൾ എങ്ങനെയാണോ മറ്റുള്ള പെരുമാറുന്നത് അതുപോലെയല്ലേ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക. അതുപോലെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് അതുപോലെയാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക. ഇത് ശാന്താവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ശ്രമമല്ലേ യോഗ അഭ്യാസം, അല്ലേ? അതാണല്ലോ എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ ശാന്തിയെ പ്രാപിക്കാൻ നമ്മൾ നോക്കുമ്പോൾ അശാന്തിയെ വിതച്ചിട്ട് നമുക്ക് ശാന്തിയെ കൊയ്യാൻ പറ്റുമോ? കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യുമെന്നല്ലേ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത്. അപ്പോൾ നമ്മൾ ശാന്തമായി എല്ലാവരോടും പെരുമാറുക, അവനവരോടും പെരുമാറുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ശാന്തി നമ്മളിൽ ഉൽപ്പന്നമാവും. പക്ഷെ ഇപ്പം നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിൽ ഈ പറഞ്ഞ ശാന്തമായിട്ട് എല്ലാവരോടും പെരുമാറുക എന്നുള്ളത് പ്രാക്ടിക്കലി എത്രമാത്രം പോസിബിളാണ്? പ്രാക്ടിക്കലി പൂർണ്ണമായും പോസിബിൾ തന്നെയാണ്. കാരണം ഈ അവസ്ഥയെ സ്പർശിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതാണ് സുഖകരമായ ജീവിതം നമുക്ക് പിടികിട്ടി തുടങ്ങും. ഇപ്പം നമ്മൾ ശീലിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടല്ലേ, നമ്മൾ റാറ്റ് റേസിൻ്റെ ഭാഗമായതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ എലിയെ പോലെ ഓടുന്നത്. നാളെ നമ്മൾ തിരിച്ചറിയുകയാണ് പതുക്കെ ഞാനൊരു കടുവയാണെന്നറിഞ്ഞാൽ റാറ്റ് റേസിൽ നമ്മൾ പങ്കെടുക്കുമോ? അതോ കടുവയായിട്ട് ഏകാന്തവാസത്തിൽ ആനന്ദത്തിൽ ജീവിക്കുമോ? ആലോചിക്കുക. എലിയായിരിക്കണമെങ്കിൽ ഈ ജീവിതം നല്ലതാണ്, പുലിയാവണമെങ്കിൽ ഇത് പറ്റില്ല. അപ്പോൾ എന്തൊക്കെ പർട്ടിക്കുലറായിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് ഒരു സ്പിരിച്വൽ അന്വേഷകൻ ശ്രദ്ധിക്കേണ്ടത് യമനിയമങ്ങൾ എന്ന് പറയുമ്പോൾ? യമനിയമങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഒരാൾക്ക് വേണ്ട മാർഗമോ ഒരാൾക്ക് അച്ചീവ് ചെയ്യേണ്ട അവസ്ഥയോ ആയിരിക്കില്ല മറ്റൊരാൾക്ക് വേണ്ടത്, ഇല്ലേ? ഓരോന്നും ഇൻഡിവിജ്വൽസാണ്. ഓരോരുത്തരും പൂർണ്ണരാണ്. അവരുടെ പൂർണ്ണതയിലേക്കുള്ള മാർഗവും അവരുടെ സൈക്കോളജിക്ക് അനുസരിച്ചല്ലേ ഇരിക്കുക. അവരുടെ മനഃശാസ്ത്രം അറിഞ്ഞ് അവർക്ക് വേണ്ടത് ഉപദേശിക്കുന്ന പണിയാണ് ഗുരുവിനുള്ളത്. ആ ഭാഗം ഗുരുവില്ലാതെ അസാധ്യമാണ്.
സ്വയം ചെയ്യുന്നതൊക്കെ ആപത്തെ വരുത്തി വെക്കാറുള്ളൂ. ഇതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ പറയുന്ന റോൾസ് എല്ലാം ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധി എന്നൊരു രീതിയാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധി ആത്യന്തികമായിട്ട് അടിസ്ഥാന റിക്വയർമെൻ്റാണ്. അടിസ്ഥാനം തന്നെ അതാണ്. മനസ്സിന് ശരീരത്തിന് ശുദ്ധി വന്നു കഴിയുമ്പോൾ ചിന്തകൾക്ക് ശുദ്ധി വന്നു തുടങ്ങും, അല്ലേ? ചിന്തകളാണല്ലോ മനസ്സായി മാറുന്നത്. ശുദ്ധമായ ചിന്തകൾ, ശുദ്ധമായ ശരീരം ഉണ്ടെങ്കിൽ മനസ്സിൽ ശാന്തിയും ആനന്ദവും പ്രേമമൊക്കെ അനുഭവിച്ചു തുടങ്ങും. അങ്ങനെയുള്ള ആൾക്കല്ലേ യോഗസ്ഥിതിയിലേക്ക് കടക്കാനുള്ള യോഗ്യതയായി വരുന്നു. ഇവിടെ ഈ ശുദ്ധമായ ചിന്തകൾ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും? സന്തോഷം ഉണ്ടാകുന്ന ചിന്തകൾ, മനസ്സിനെ പ്രസന്നമാക്കുന്ന ചിന്തകൾ. ആ പ്രസന്ന ചിന്തകൾ പിൽക്കാലത്ത് അത് ഉപദ്രവമായി തീരാത്തത് ആവണം. പല ചിന്തകളും നമുക്ക് പ്രസന്നത ഉണ്ടാകുന്നു, താങ്കളുടെ ചിരിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നു. അത്തരം ചിന്തകൾ പക്ഷേ പിൽക്കാലത്ത് ദോഷകരമായി തീരാറുള്ളത് കൊണ്ട് അതിനെ പ്രസന്ന ചിന്തകളെന്ന് നമ്മളിപ്പോൾ വിളിക്കണില്ല. ഇത് തിരിച്ചറിയുമല്ലോ, കോമൺ സെൻസ് ഉണ്ടല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ ആരാ സെറ്റ് ചെയ്തത്? ആരാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്? ഇത് ഞാൻ എന്നോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. കൊച്ചിലേ പോന്നതാ, ഓർമ്മയില്ല. തിരിച്ച് വീട്ടിലെത്തണം. ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തു വെച്ചത്, ഞാൻ തന്നെ ഉണ്ടാക്കിയ പ്രശ്നമാണ്. പക്ഷെ എനിക്കത് ഓർമ്മയില്ല. പക്ഷേ വീട്ടിലിരിക്കുന്ന ആൾക്കറിയാം. അയാളെപ്പോഴും എൻ്റെ പുറകെ ഉണ്ടായിരുന്നു, ക്യാമറ കണ്ണുകളുമായിട്ട്. അയാളെല്ലായിടത്തും ഞാൻ ചെയ്ത പ്രവൃത്തികളൊക്കെ അയാളെ കണ്ടിരുന്നു. അയാളുടെ ക്യാമറ എന്നിലുണ്ട്, ആ കണ്ണ് എന്നിലുണ്ട്. അതിനോട് തന്നെ ചോദിക്കണം, എനിക്കിനി തിരിച്ചു പോകണം. അപ്പോൾ അതിനുള്ള ഉത്തരവും കിട്ടും. അപ്പോൾ മനസ്സിലാവും ഞാൻ തന്നെ ഇറങ്ങിപ്പോകുന്നത്, ഞാൻ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന്. എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ തന്നെ ഉത്തരവാദിയാണ്. പക്ഷേ എൻ്റെ പരിഹാരം എന്നിലില്ല. അതുകൊണ്ട് എൻ്റെ ആത്മസ്വരൂപത്തെ കണ്ടെത്തണം. അതിനുള്ള അന്വേഷണമാണ് ഗുരുവിനായുള്ള അന്വേഷണം. അതിനെ കണ്ടെത്തിയാൽ പതിയെ അതിലലിഞ്ഞ് അതായിത്തീരും. സ്വരൂപദർശനം ഉണ്ടാവും. അപ്പോൾ സർവ്വം നിറഞ്ഞിരിക്കുന്ന ആത്മബോധത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോഴേ പിടികിട്ടു എങ്ങനെയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന്. അതുവരെ ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് തന്നെ അവശേഷിക്കും. ഉത്തരം കിട്ടുമ്പോൾ, പ്രത്യക്ഷ ജ്ഞാനത്തിലൂടെ ഉത്തരം കിട്ടുമ്പോൾ പിടികിട്ടും. അതുവരെ ഇതൊക്കെ ഇങ്ങനെ പോവും. കോഴിയാണോ മുട്ടയാണോ ഉണ്ടായത് എന്ന്, വിത്താണോ മരമാണോ ഉണ്ടായതെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കും.